മലപ്പുറത്ത് ബസ് ജീവനക്കാരുടെ ഗുണ്ടായുസത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ജീവൻ പൊലിഞ്ഞു. ബസ് കണ്ടക്ടർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. ഒതുക്കുങ്ങൽ മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്ന് ആളെ കയറ്റിയതിനാണ് ബസ് ജീവനക്കാർ ലത്തീഫിനെ മർദ്ദിച്ചത്. ഇന്നലെ താനൂരിലും ഭാര്യയെ ഓട്ടോയിൽ കയറ്റിയതിന് ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9:30 മലപ്പുറം റൂട്ടിൽ വടക്കേമണ്ണ ഭാഗത്താണ് സംഭവം. ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിന്ന് ആളെ കയറ്റിയതിന് സ്വകാര്യ ബസ് ജീവനക്കാർ വാഹനം തടഞ്ഞ് മർദ്ദിച്ച ഡ്രൈവറാണ് കുഴഞ്ഞു വീണു മരിച്ചത്. ഒതുക്കുങ്ങൽ മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. മർദ്ദനമേറ്റതിനു പിന്നാലെ ശാരീരിക പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് സ്വയം ഓട്ടോ ഓടിച്ച് ആശുപത്രിയിലെത്തിയ ഉടൻ ലത്തീഫ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന നാട്ടുകാരനായ ഒരാളാണ് ലത്തീഫിനെ തിരിച്ചറിഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 ബസ് ജീവനക്കാരെയും ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന PTB ബസ്സിലെ ജീവനക്കാരാണ് ലത്തീഫിനെ മർദ്ദിച്ചത്. ബസ്സിന് മുന്നേ പോയ ലത്തീഫിന്റെ ഓട്ടോയിൽ ബസ് സ്റ്റോപ്പിനടുത്ത് റോഡ് വക്കിലുണ്ടായിരുന്ന 2 സ്ത്രീകൾ കയറി. ഇത് കണ്ട ബസ് ജീവനക്കാർ ഓട്ടോയെ പിന്തുടരുകയും ബസ് കുറുകെയിട്ട് ഓട്ടോ തടഞ്ഞ് ലത്തീഫിനെ മർദ്ദിക്കുകയുമായിരുന്നു. കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും നെഞ്ചിൽ ഇടിക്കുകയും ചെയ്തെന്ന് ലത്തീഫിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. മർദ്ദനമേറ്റതായും ആശുപത്രിയിലേക്ക് പോവുകയാണെന്നും ലത്തീഫ് സഹോദരനെ ഫോണിൽ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഡോക്ടറെ കണ്ട ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ ആശുപത്രിയിലെത്തിയ ഉടൻ ലത്തീഫ് കുഴഞ്ഞു വീണു. ലത്തീഫിന്റെ കഴുത്തിൽ ഉൾപ്പെടെ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നാണ് ആശുപത്രിയിലുണ്ടായിരുന്ന ചിലർ പറയുന്നത്. മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നും വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. 4 മക്കളാണ് മരിച്ച ലത്തീഫിന്. ഇന്നലെ താനൂരിലും സമാനമായ സംഭവമുണ്ടായിരുന്നു. ഭാര്യയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിനാണ് താനാളൂർ പകര സ്വദേശിയായ മുഹമ്മദ് യാസറിനെ ബസ് ജീവനക്കാർ ബസ് വിലങ്ങനയിട്ട് മർദ്ദിച്ചത്. ഈ സംഭവത്തിലും ബസ് ജീവനക്കാർക്കെതിരെ കേസുണ്ട്. കേരള വിഷൻ, മലപ്പുറം.